യെസ്, പ്രേക്ഷകരെ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് മുതൽ നമുക്ക് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അപ്പോൾ ആ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ഇന്ന് തുടക്കമിടുകയാണ്. മിനിറ്റുകളുടെ കാത്തിരിപ്പ്, 4 വർഷത്തെ കാത്തിരിപ്പ് നേരെ മാസങ്ങളുടെ കാത്തിരിപ്പായി, അത് പിന്നീട് ദിവസങ്ങളായി കുറഞ്ഞു, അത് പിന്നീട് മണിക്കൂറുകളായി, മിനിറ്റുകളായി, ഒടുവിലിതാ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലോകകപ്പ് ഫുട്ബോളിന് അരങ്ങുണരുകയാണ്. മെക്സിക്കോയിൽ ആദ്യ മത്സരം, മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുള്ളത്. അതുകൊണ്ട് തന്നെ പന്തോറ, ഇന്ന് നമ്മൾ ഈ പ്രത്യേക ഷോ നമ്മൾ പുതിയ പാലമാണ്, കോഴിക്കോട് പുതിയ പാലത്ത് നമ്മൾ പന്തോറയുടെ പ്രത്യേക എപ്പിസോഡ് എടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം അവിടെ ഫാസ്കോ പുതിയ പാലം എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് 24 വർഷമായി, കഴിഞ്ഞ 24 വർഷമായി ഇവിടെ അന്നത്തെ സാങ്കേതിക വിദ്യ പ്രൊജക്ടർ ആയിരുന്നു. അതിപ്പോൾ ഇങ്ങനെ കൂടി വന്ന് നേരെ ഏറ്റവും അത്യാധുനിക സൗകര്യമുള്ള, ഇതൊരു പ്രൊജക്ടർ ഉള്ള ഒരു സാധാരണ റൂമല്ല, ഒരു തിയേറ്ററിന് സമാനമായ രീതിയിൽ ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാണ്. ഇവിടെ നോക്കൂ, അവിടെ ആളുകൾ നേരത്തെ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി മഴ പെയ്താൽ പേടിക്കേണ്ട, റൂഫുണ്ട്. ചൂടാണെങ്കിൽ പേടിക്കേണ്ട, ഫാനുണ്ട്. കാഴ്ചക്ക് മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ സ്ക്രീൻ ഉണ്ട്. അപ്പോ എല്ലാം സെറ്റാണ്. ഇനിയിപ്പോ കിക്ക് ഓഫിനായിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പാണ്. എനിക്കപ്പോ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട മേയർ ശ്രീ സദാശിവൻ സാറ് നമസ്കാരം. ഉദ്ഘാടനം അങ്ങ് കഴിഞ്ഞു. എന്റെ ആദ്യ ചോദ്യം, ആരാണ് ഇത്തവണ കപ്പടിക്കാൻ പോകുന്നത്? കുഴക്കുന്ന ചോദ്യമാണ്. അത് കുഴക്കുന്ന ചോദ്യം തന്നെയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞാൽ എങ്ങനെയും പറയാം, ഇപ്പം പറയാൻ വയ്യ. മനസ്സാർക്കൊപ്പമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞാല് കുറെ ആരാധകർ എനിക്ക് എതിരാവും. കേട്ടോ. പക്ഷെ ഫുട്ബോൾ അതൊരു വല്ലാത്ത വികാരമാണ്. ഫുട്ബോൾ ഒരു വല്ലാത്ത വികാരമാണ്. ഫുട്ബോളിലേക്ക് ആരാധന മൂക്കാൻ കാരണം അത് പറയുന്നതിന് എനിക്ക് മടിയില്ല, അർജന്റീന കേട്ടോ. ഓക്കെ. അപ്പൊ മെസ്സി ഇത്തവണ പറയാതെ പറയുകയാണ്. എന്തായാലും താങ്ക് യു. എന്തായാലും ഇതൊരു വല്ലാത്ത അനുഭവമാണ്. ഈ അറ്റത്ത് ഞാൻ അങ്ങോട്ട് വരാം. ഈ അറ്റത്ത് ഞാൻ TP രഹനേഷ് ഭായ്, എന്താ ഉണ്ട്? ബ്രസീലാണ് ഉള്ളിൽ. എന്തുകൊണ്ട് ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും ഒരുപാട് വർഷമായി ഇപ്പം 2002 ശേഷം ബ്രസീൽ ഒരു മങ്ങിയ പോലെയാണ്. ആ പ്രതാപത്തെ തിരിച്ചു വരാനും ആ പുതിയ എന്താ പറയുക യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ആ പ്രസരിപ്പ് നിലനിർത്താനും ബ്രസീൽ അനിവാര്യമാണ്. പക്ഷെ സെയിം ടൈം എൻ്റെ മനസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടെ ഉണ്ട്. പോർച്ചുഗൽ അല്ലെങ്കിൽ ബ്രസീലാണ് ഉള്ളില്. പക്ഷെ പോർച്ചുഗൽ കപ്പടിച്ചാലും കുഴപ്പമില്ല. താങ്ക് യു. ഇത്തവണ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആരായിരിക്കും? ഡയനോഷിനോട് അത് നമ്മൾ ചോദിക്കാൻ നമുക്ക് സന്തോഷമുണ്ട്. ആരായിരിക്കും? ആഫ്റ്റർ സെമിഫൈനൽ എന്ന് പറയാം. താങ്ക് യു TP. ഓക്കെ, സലാം മുഹമ്മദ് നമ്മുടെ കോഴിക്കോട് റിപ്പോർട്ടർ കൊടുക്കുകയാണ്. സലാമേ, ഇതെന്തൊരു കാഴ്ചയാണ് ഇവിടെ ഞെട്ടിച്ച്. നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൗണ്ട് സിസ്റ്റം ആണ്. നമ്മൾ സാധാരണ ടീം മെമ്പേഴ്സ് ഇറങ്ങുമ്പോൾ, കളിക്കാർ ഇറങ്ങുമ്പോഴൊക്കെ തന്നെ ഒരു പ്രത്യേകതരം BGM, സാധാരണ ഉള്ള ഒരു ഓഡിയോ മാറ്റിയിട്ട് നമ്മൾ മലയാളം മിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തമിഴ് BGM എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പ്രത്യേകതരം BGM ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ്. അവിടെ ഓഡിയോ ആരാണ് ഇവിടുത്തെ? ഓഡിയോ ഗംഭീരമാണ്. നിങ്ങളെ കുറിച്ച് നല്ല ഗംഭീര അഭിപ്രായമാണ്. അടിപൊളിയാവട്ടെ. ബിന്ദു സൗണ്ട്സ്. ഓക്കെ, അത് ഗംഭീരമാണ്. അത് ഒരു സ്റ്റേഡിയത്തിൽ എങ്ങനെ ഇരിക്കുന്നോ അതിനെ നമ്മുടെ ആളുകളിലേക്ക് പോവാണ് കേട്ടോ. എന്താണ് ഉഷാറാക്കട്ടെ? എന്താ കഥ ഇപ്രാവശ്യം? അടിപൊളിയാണ്. പുതിയാലം എന്തായാലും അടിച്ചു പൊളിക്കുക. ആര് കപ്പടിക്കുന്നുള്ളതല്ല, പുതിയാലം എന്തായാലും അടിച്ചു പൊളിക്കും. ഫുൾ സെറ്റാണ്. അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കും. കൈയുടെ വരെ അടിച്ചു പൊളിക്കും. ഒന്നും പറയാനില്ല. വിജയം നമുക്ക് ഒന്നും പറയാനില്ല. ഇതിനെ അടിക്കണമെന്നുള്ളതല്ല, പുതിയാലം അടിച്ചു പൊളിക്കും. അതൊരു കാര്യമാണ് കേട്ടോ. ബ്രസീൽ അടിക്കുന്നു, അർജന്റീന അടിക്കുന്നു എന്നല്ല, പുതിയ പാലം അടിച്ചു പൊളിക്കും. എല്ലാ കളിയും കാണും. ഓക്കെ, നമ്മുടെ അതിഥിയായിരുന്നു, നമ്മുടെ പ്രത്യേക അതിഥി 2 ലോകകപ്പ് റിപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ. 2 ലോകകപ്പ് റിപ്പോർട്ട് ചെയ്ത ആളാണ്. എങ്ങനെയുണ്ട് ഈ പുതിയ കാലത്തെ ഒരു വൈബ്? വളരെ ഒരു വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന ഒരു വൈബുണ്ട്. വല്ലാത്തൊരു സന്തോഷമുണ്ട്. അല്ലാതെ നമുക്ക് ആ ഗാലറിയിൽ ഒന്ന് കയറിയല്ലോ. ഞങ്ങൾ അങ്ങോട്ട് വരാം.
എന്താണ് ഏത് ഫാനാ? കലാം അവിടെ തുടങ്ങിയ അർജന്റീന കൊണ്ടുപോകുന്നത് കൊണ്ടുപോകും, ഉറപ്പാണ്. വേറെ ആർക്കും കൊടുക്കില്ല. വേറെ ആർക്കും കൊടുക്കൂല. അത്ര കോൺഫിഡന്റ് അർജന്റീന തൂക്കും പിന്നല്ല നമ്മള് തൂക്കിയിരിക്കും. 2026 നമ്മൾ സെറ്റ്. ആണ്. അവരാണ് ഏറ്റവും വലിയ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. അർജന്റീന അതേപോലെ സ്ഥലം ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട് എടുത്തോളൂ. എന്താ കഥ? നല്ല കഥ. എന്താണ്, ആർക്കാണ്? അർജന്റീന. 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 ആരാണ് ഇവിടെ അർജന്റീനയുടെ ആളുകൾ? ആരൊക്കെയാ ഉള്ളേ? ബ്രസീലിന്റെ ആളുകൾ ആരൊക്കെയാ ഉള്ളേ? പോർച്ചുഗലിന്റെ ആളുകൾ ആരൊക്കെയാ ഉള്ളേ? പോർച്ചുഗല്. എണ്ണം കുറവാണ്. എണ്ണം കുറവ് നോക്കണ്ട, പവറാണ്. എണ്ണം കുറവ് നോക്കണ്ട. ഓക്കെ, എന്താണ് നേരത്തെ എത്തിയല്ലോ അല്ലേ? നേരത്തെ വന്നല്ലോ. നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ സെറ്റ് ആക്കി വെച്ചാണ്. തിരക്കാ വെച്ചിട്ട് കുറച്ച് നേരത്തെ വന്നതാ, ഇപ്പൊ സെറ്റായി. ഓ, എന്താണ് ഇത്തവണ മനസ്സിൽ? അർജന്റീനയാണ്. അർജന്റീന അടിക്കണം എന്നാണ് ആഗ്രഹം. അർജന്റീന അടിച്ചിട്ടില്ലെങ്കിൽ പോർച്ചുഗൽ അടിക്കട്ടെ. അടിച്ചില്ലെങ്കിൽ പോർച്ചുഗൽ. ചിലവേ അർജന്റീന അടിച്ചില്ലെങ്കിൽ പോർച്ചുഗൽ എന്ന് പറയുന്നത് വല്ലാത്ത കാഴ്ച. ഫാൻസ് കൂടുതൽ അർജന്റീനയാണ് കണ്ടോടത്തോളല്ലോ. ഫാൻസ് കൂടുതലുണ്ട്, പക്ഷെ ഒരു തവണ കപ്പ് കിട്ടിയതല്ലേ, അതുകൊണ്ട് കുഴപ്പം കിട്ടിയതിന്റെ കൂടി ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ആളുകൾക്കൊരു ഈ വശത്തേക്ക് ഒന്ന് പോണം. ചേട്ടാ, എന്താ കഥ? സുഖല്ലേ? സ്പെയിന്റെ ആളാണ്. സ്പെയിൻ അടിക്കും ഈ പ്രാവശ്യം. ഓഹോ, അതെന്താ എത്ര കോൺഫിഡൻസ്? സ്പെയിൻ 2024 യൂറോ കപ്പ് നേടിയല്ലോ, ആ ആവേശം ഒരുക്കുണ്ട്. ആ സെറ്റപ്പ് ടീം അപ്പോൾ ആ ഫൈനലിലേക്ക്. എങ്ങനെയുണ്ട് നമ്മളെ യമാൽ വില്യംസ് കൂട്ടുകെട്ട്? ഉണ്ടെങ്കിൽ കുറച്ച് ടോപ്പായി. ഒന്നുമില്ലാതെ ഡേഞ്ചർ ഇല്ലാതെ വന്നാൽ, അപകടം ഇല്ലാതെ വന്നാണെങ്കിൽ സുഖമായിട്ട് അടിക്കും. യമാൽ ഉണ്ടെങ്കിൽ കമാലാണ്. അടിക്കും. ഓക്കെ, സ്പെയിൻ അടിക്കുന്ന പറയുന്നത് ചേട്ടൻ. അർജന്റീന. സാറവിടെ എന്താ ഫ്രാൻസ്? ഈ സിനദിൻ സിനാനോടുള്ള ഒരു ഇഷ്ടം കൂടി ഫ്രാൻസിലായതാണോ? നമ്മളും ചാൻസ് ഫ്രാൻസ് അടിക്കും. എത്ര വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ടാവും? ഇവിടെ സ്പെയിന്, വീണ്ടും സ്പെയിൻ അടിക്കും. ഓക്കെ, വേൾഡ് കപ്പ് അടിച്ചതാണ്, സ്പെയിൻ അടിക്കും. ഓക്കെ ഓക്കെ. കണ്ടിട്ടുണ്ടോ? ഫ്രാൻസിന്റെ ആരാധകനാണ്. വലിയൊരു ഹൃദയഭേദകമായ ഒരു അനുഭവം ഉണ്ടായ ഒരാളാണ് അല്ലേ? സിനദിൻ സിദാന്റെ ആ ഒരു കപ്പ് നഷ്ടപ്പെടുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? ചെറുപ്പകാലല്ലേ അപ്പോ. അതൊക്കെ നമുക്കങ്ങ് മറക്കാം. പുതിയത് കാണാം. ഓക്കെ, എന്തായാലും വല്ലാത്തൊരു കാഴ്ചയാണ്. കാരണം നമ്മള് എന്താ പറയാ, എല്ലായിടത്തും ഫുട്ബോൾ ആവേശമുണ്ട്, പക്ഷെ പുതിയ പാലത്ത് എന്തോ ഒരു സ്പെഷ്യലാണ് അല്ലെ? പുതിയ പാലത്ത് ഇവരുടെ ഒരു കൂട്ടായ്മ കാണുന്ന സമയത്ത് ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടി. അത് പക്ഷേ പുതിയ പാലത്ത് വരുമ്പോ ഈ ഒരു സംവിധാനം മാത്രമല്ല, നമ്മൊരു കളി, ഒരു ഫാൻസ് കൂടുതൽ ഉണ്ടാവും. അർജന്റീനയുടെ ബ്രസീലിന്റെ ഒരു കളി കണ്ടു നോക്കണം. ഇവിടെ വന്ന് അനുഭവിക്കേണ്ട സാധനമാണ്. അല്ല, ഈ ഉദ്ഘാടന മത്സരത്തിന് മെക്സിക്കോയുടെ കളി ഉള്ള സമയത്ത് തന്നെ ഇത്ര ആളുകൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറെ കൂടി ഫാൻസ് കൂടി വരുന്നൊരു കൂടുതൽ ഫാൻസുള്ള ടീമുകൾ കളിക്കുന്ന കളിയാണെങ്കിൽ കുറെ കൂടി ആവേശം ഉണ്ടാവും. ഒറ്റ കാര്യം കൂടി വളരെ പെട്ടെന്ന്, അല്ല ഈ സമയം നട്ടപ്പാതിരി ആയതുകൊണ്ട് നമുക്കൊരു പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഉറപ്പൊഴിയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. മഴയെങ്ങാനും കുത്തിയൊലിച്ച് പെയ്താൽ നമ്മൾ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല, കളി കണ്ടിട്ട് മഴ തോറ്റും. മഴ തോൽക്കും, കളി കാണും. മഴ തോറ്റുപോകും, നമ്മൾ കളി ജയിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ കാഴ്ചയാണ്. കാരണം പുതിയ പാലത്ത് ഫാസ്കോ എന്ന് പറയുന്ന ക്ലബ്ബ് 24 വർഷമായിട്ട് മനോഹരമായ രീതിയിൽ ഒരു എന്താ പറയാ കളി കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക്